എനിക്കിത് എന്തിൻ്റെ കേടായിരുന്നു? ഇപ്പോഴും അവിടെ നിന്നാൽ മതിയായിരുന്നു. ഏതെങ്കിലും ഒരു കമ്പനിയിൽ മനസ്സിനിണങ്ങിയ ജോലി ചെയ്ത് മാസാമാസം നല്ലൊരു തുക ശമ്പളമായി വാങ്ങി നന്നായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ കമ്പനിയിൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ ശമ്പളം ഓഫർ ചെയ്ത് മറ്റാരോ വന്ന് വിളിച്ചപ്പോൾ അയാളുടെ കൂടെ പോയി. അവിടെ നല്ല സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി. ഒടുവിൽ അവിടെ അടിമപ്പണി എടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. പഴയ കമ്പനിയിൽ കിട്ടിയ ശമ്പളം പോലും കിട്ടാതെ നരകിച്ച് ഊപ്പാട് വരുമ്പോൾ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ മുകളിൽ പറഞ്ഞത്. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? ആ പഴയ കമ്പനിയിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് തോന്നുന്നതും സ്വാഭാവികമാണ്. അതിനൊപ്പം തന്നെ പുള്ളിക്കാരൻ മറ്റൊന്നുകൂടി ചിന്തിക്കും, അതൊക്കെ ഒരു സമയമായിരുന്നു എന്ന്. അതായത് ആ പഴയ കമ്പനിയിൽ നിന്ന് ആ സമയം അത് തൻ്റെ സുവർണകാലമായിരുന്നു എന്ന കാര്യം ഉറപ്പായും ചിന്തിച്ചു പോകും. അതെ, അതൊരു സുവർണ കാലഘട്ടം തന്നെയായിരുന്നു. ആരെ സംബന്ധിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലായല്ലോ. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത UDF ഘടകകക്ഷിയായ RSPയെക്കുറിച്ച് തന്നെയാണ്. ഏകദേശം 11 വർഷം മുൻപ് രാജകീയമായ ജീവിതം നയിച്ചവരായിരുന്നു ഈ RSPക്കാർ. RSP നേതാവായ NK പ്രേമചന്ദ്രന് ലോക്സഭാ MP ആകണം എന്ന മോഹം ഉദിച്ചതോടുകൂടി ആ സുഖസൗകര്യങ്ങൾ അവസാനിച്ചു. നേരത്തെ 2 പ്രാവശ്യം RSP മത്സരിച്ച് വിജയിച്ച കൊല്ലം ലോക്സഭാ മണ്ഡലം തങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് RSP CPMനോട് ആവശ്യപ്പെട്ടത് മുൻകൂട്ടി ചില തീരുമാനങ്ങൾ കൈക്കൊണ്ട ശേഷമായിരുന്നു. സംഭവം നടക്കുന്നത് 2014 അതായത് 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത്. കൊല്ലം ലോക്സഭാ സീറ്റ് RSPക്ക് തിരിച്ചു വേണമെന്ന ആവശ്യം CPM അംഗീകരിച്ചില്ല. കാരണം ആവശ്യത്തിലേറെ പ്രാധാന്യം അവർക്ക് LDF നൽകിയിരുന്നു. കൊല്ലം ജില്ലയിലെ ചവറയിൽ മാത്രം വ്യാപിച്ചു കിടന്ന RSP എന്ന പാർട്ടിയെ ചവറയ്ക്ക് പുറത്തും കൊല്ലം ജില്ല വിട്ടും മത്സരിപ്പിച്ച് വിജയിപ്പിച്ചെടുക്കാൻ CPMന് കഴിഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും പോരാ. കൊല്ലം ലോക്സഭാ സീറ്റ് തങ്ങൾക്ക് കിട്ടിയേ മതിയാകൂ എന്നാണ് അന്ന് പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ LDFനോട് RSP ആവശ്യപ്പെട്ടത്. എന്നാൽ അതിനു മുൻപ്, അതായത് കൊല്ലം സീറ്റ് വേണമെന്ന് RSP ആവശ്യം ഉന്നയിക്കുന്നതിന് മുൻപ് പ്രേമചന്ദ്രനും കൂട്ടരും തങ്ങളുടെ എതിരാളികളായിരുന്ന ഷിബു ബേബി ജോണിൻ്റെ RSPയുമായി ഡീൽ ഉറപ്പിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം കൊല്ലം ലോക്സഭാ സീറ്റ് നൽകില്ല എന്ന് LDF ഉറപ്പിച്ചു പറഞ്ഞതോടെ പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള RSP LDF വിട്ടു. അവർ LDF വിടാനുള്ള പ്രധാന കാരണം തൊട്ടപ്പുറത്ത്, അതായത് UDFൽ ഷിബു ബേബി ജോണിൻ്റെ RSP അവർക്ക് വേണ്ടി വാതിൽ തുറന്നിട്ടിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. LDF വിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ 2 RSP ഒന്നായി. കൊല്ലം ലോക്സഭാ സീറ്റിൽ UDF മുന്നണിയിൽ RSP സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രൻ മത്സരിച്ചു. മികച്ച വിജയം തന്നെ പ്രേമചന്ദ്രൻ കൊല്ലത്ത് സ്വന്തമാക്കുകയും ചെയ്തു. 2014 മുതൽ ഈ 2025 വരെ പ്രേമചന്ദ്രൻ തന്നെയാണ് കൊല്ലത്തെ MP ആയി തുടരുന്നത്. എന്നാൽ ഇനി എത്ര കാലം പ്രേമചന്ദ്രൻ കൊല്ലം MP ആയി തുടരും എന്നുള്ളത് സംബന്ധിച്ച് ചില ആശങ്കകൾ ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ്. RSP എന്നുള്ളത് ചെറിയ പാർട്ടിയാണെങ്കിലും വലിയ നീക്കങ്ങൾ തന്നെയാണ് ആ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് RSP എന്ന പാർട്ടി പിളർന്നേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ലോക്സഭയിൽ മത്സരിക്കണമെന്ന മോഹമുദിച്ച് LDFലെ RSPയെ രണ്ടാക്കിയ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പ്രശ്നം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിന് LDFലെ RSP പിളർന്നില്ലല്ലോ, അവർ ഒരുമിച്ചല്ലേ UDFലേക്ക് പോയത് എന്ന് ചിലപ്പോൾ പലരും ഇപ്പോൾ ചോദിച്ചേക്കാം. എന്നാലല്ല, അന്ന് RSP പിളർന്നിരുന്നു. UDFലേക്ക് പോകാൻ മടിച്ച RSP നേതാവ് കോവൂർ കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് എന്നൊരു പാർട്ടി രൂപീകരിച്ച് LDFൽ തന്നെ തുടരുകയായിരുന്നു. UDFലേക്ക് പോയ യഥാർത്ഥ RSPക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത് ഈ ഒരു സംഭവം കൊണ്ടാണ്. കാരണം പ്രേമചന്ദ്രനും കൂട്ടരും എല്ലാം പറക്കിക്കെട്ടി UDFലേക്ക് പോയപ്പോൾ LDFൽ ഉറച്ചു നിന്ന കോവൂർ കുഞ്ഞുമോന് വീണ്ടും 2 തവണ MLA ആകാനുള്ള അവസരം ലഭിച്ചു. നിലവിൽ പുള്ളിക്കാരൻ ഇപ്പോഴും MLA ആണ്. എന്നാൽ മഷിയിട്ട് നോക്കിയാൽ പോലും ഒരു MLAയെ ഈ പറഞ്ഞ പ്രേമചന്ദ്രൻ്റെ RSPയിൽ നിന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കില്ല. RSP LDF വിട്ട് 2014 മുതൽ ആ പാർട്ടിയിൽ നിന്നും ഒരാൾ പോലും ജയിച്ചിട്ടില്ല. നിയമസഭ കണ്ടിട്ടുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഈ പറയുന്ന പ്രേമചന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ RSPയിലെ പ്രതിസന്ധിക്ക് കാരണമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതായത് നിലവിൽ ലോക്സഭാ MP ആയ പ്രേമചന്ദ്രന് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആഗ്രഹം ഉടലെടുത്തതോടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരം പിടിക്കുമെന്നും സംസ്ഥാനത്ത് UDF ഭരണം നിലവിൽ വരുമെന്നും ഉറച്ച വിശ്വാസമുണ്ട്. ആർക്ക്? UDF നേതാക്കൾക്ക്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്ന് MPമാരായി ഡൽഹിയിലേക്ക് പോയവരൊക്കെ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു.
കാരണം മുതിർന്ന നേതാക്കളൊക്കെ തിരിച്ചു വന്നാൽ ഇവിടെ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ച് മന്ത്രിയാകാമെന്ന ഒരു സാധ്യത നിലവിലുണ്ടെന്ന് അവർക്കറിയാം. UDF കൺവീനറായ അടൂർ പ്രകാശ് തന്നെ MP-മാർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ പറയുന്ന അടൂർ പ്രകാശും ഒരു MP ആണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. തനിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാമെന്നും തനിക്കും മന്ത്രിയാകാമെന്നും ഒക്കെയാണ് ഈ പുള്ളിക്കാരൻ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടത് ഇല്ല എന്ന അഭിപ്രായത്തിലാണ് കോൺഗ്രസിലെ യുവ നേതാക്കളും പിന്നെ സതീശനും. കാരണം MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്താൽ ആദ്യം ഇവിടെ മത്സരിക്കാനെത്തുന്നത് KC വേണുഗോപാലായിരിക്കും. ഒരുപക്ഷെ എന്തെങ്കിലും സാധ്യത കൊണ്ട് UDF തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും അവർക്ക് ഭരണം ലഭിക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രിയാകാൻ ആദ്യം മുന്നിൽ നിൽക്കുന്നതും ഈ പറയുന്ന KC വേണുഗോപാൽ തന്നെയായിരിക്കും. സതീശനെ സംബന്ധിച്ച് ഇക്കാര്യം വ്യക്തമായി അറിയാം. അതുകൊണ്ട് ഒരിക്കലും സതീശൻ അത്തരമൊരു നീക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും കോൺഗ്രസ് MP-മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടായതുപോലെ നമ്മുടെ പ്രേമചന്ദ്രനും അത്തരത്തിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരിക്കുകയാണ്. ഈ ആഗ്രഹമാണ് ഇപ്പോൾ പ്രശ്നമായിരിക്കുന്നത്. ഒരു കാരണവശാലും പ്രേമചന്ദ്രൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ഷിബു ബേബി ജോൺ ഉറച്ചു നിൽക്കുന്നത് എന്നാണ് വിവരം. പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചാൽ കൊല്ലം ലോക്സഭാ സീറ്റിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അത് ഒരു കാരണവശാലും RSPക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷ ഇല്ലെന്നുമാണ് ഷിബു ബേബി ജോൺ വാദിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതിനു പിന്നിലെ യഥാർത്ഥ കാരണം അതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം. പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചാൽ RSPക്ക് ലഭിക്കുമെന്ന് കരുതുന്ന ഒരു മന്ത്രിസ്ഥാനം പ്രേമചന്ദ്രന് കൊടുക്കേണ്ടി വരുമോ എന്ന ഷിബു ബേബി ജോണിൻ്റെ ഭയമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിച്ചാൽ അത് എവിടെ മത്സരിക്കുമെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. കാരണം RSPയുടെ ഉറച്ച മണ്ഡലമായ ചവറയിൽ പ്രേമചന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം അവിടെ ഷിബു ബേബി ജോൺ തന്നെയായിരിക്കും മത്സരിക്കുന്നത്. ചവറ ഇപ്പോൾ RSPയുടെ ഉറച്ച മണ്ഡലമെന്ന് പറയാനൊക്കെ പറ്റുമോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇപ്പോഴും ചവറ RSPയുടെ ഉറച്ച മണ്ഡലം തന്നെയാണ് എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ ഇടതു പാർട്ടിയായ RSP UDFിൽ നിൽക്കുന്നതിനോട് അവിടുത്തെ ജനങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് RSPക്കാരൻ തന്നെ എന്ന് ചവറയിലെ ജനങ്ങൾ കരുതുന്ന സുജിത് വിജയൻപിള്ള അവിടെ വിജയിച്ചത്. ഏതായാലും കഴിഞ്ഞ തവണ സുജിത്തിൻ്റെ വിജയം വെറും 1096 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു എന്നുള്ളത് ഷിബു ബേബി ജോണിന് വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഷിബു കരുതുന്നത്. അതിനിടയിലാണ് പ്രേമചന്ദ്രൻ തനിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ആഗ്രഹം നേതൃത്വത്തെ അറിയിച്ചത്. 2011 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു ബേബി ജോൺ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സമയത്ത് LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് പ്രേമചന്ദ്രനായിരുന്നു. രണ്ടുപേരും മത്സരിച്ച മണ്ഡലം ചവറ തന്നെയായിരുന്നു. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ ചവറ മണ്ഡലത്തിൽ ഷിബു ബേബി ജോണിനെ തോൽപ്പിച്ചു എങ്കിലും 2011 ഫലം നേരെ തിരിഞ്ഞു. ഷിബു ബേബി ജോൺ അവിടെ വിജയിച്ചു. ഇതോടെയാണ് ലോക്സഭാ സീറ്റിനുള്ള ആവശ്യം പ്രേമചന്ദ്രൻ വർദ്ധിപ്പിച്ചതും. അതായത് ഷിബു ബേബി ജോൺ മത്സരിക്കാനിരിക്കുന്ന ചവറ തന്നെയാണ് പ്രേമചന്ദ്രനും മത്സരിക്കാൻ കണ്ടുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ തന്നെ മത്സരിക്കുമെന്ന നിലപാടുമായി ഷിബു ബേബി ജോൺ മുന്നോട്ട് പോവുകയാണെങ്കിൽ വേറെ ഏത് സീറ്റ് പ്രേമചന്ദ്രന് നൽകും എന്നുള്ളതാണ് ചോദ്യം. UDFിൽ ഇപ്പോൾ RSPക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് 5 നിയമസഭാ സീറ്റുകളാണ്. എന്നാൽ ഇതിൽ ചവറയും ഇരവിപുരവും ഒഴിച്ച് മറ്റു സീറ്റുകളൊന്നും തങ്ങൾക്ക് വിജയിക്കാൻ ഒരിക്കലും സാധ്യമല്ലാത്ത സീറ്റുകളാണ് എന്നൊരു പരാതി RSP ഉയർത്തുന്നുണ്ട്. തങ്ങൾക്ക് സ്ഥിരമായി മത്സരിക്കാൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലവും അതുപോലെ വടക്കൻ ജില്ലകളിൽ ഏതെങ്കിലും ഒരു സീറ്റും ഇനി മുതൽ വേണ്ട എന്നും പകരം തങ്ങൾക്ക് കൊല്ലം ജില്ലയിൽ മറ്റൊരു സീറ്റ് നൽകണമെന്നുമാണ് RSP നേരത്തെ ആവശ്യപ്പെട്ടത്. RSP തങ്ങൾക്ക് വേണമെന്നാവശ്യപ്പെടുന്ന സീറ്റ് കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് സീറ്റും കൂടിയാണ്. കൊല്ലം നിയമസഭാ മണ്ഡലം തന്നെയാണ് RSP ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ RSPയുടെ 2 സീറ്റുകൾ തിരിച്ചെടുത്ത ശേഷം കൊല്ലം സീറ്റ് നൽകുന്ന കാര്യത്തിൽ കോൺഗ്രസിന് താൽപ്പര്യക്കുറവുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസ് വനിതാ നേതാവായ ബിന്ദു കൃഷ്ണ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. RSP ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ഈ കൊല്ലം സീറ്റിൽ പ്രേമചന്ദ്രൻ മത്സരിക്കാൻ താൽപ്പര്യം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് സൂചനകൾ. എന്നാൽ പ്രേമചന്ദ്രൻ നിയമസഭയിൽ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ ഷിബു ബേബി ജോൺ ഉറച്ചു നിൽക്കുകയാണ്. നിയമസഭാ സീറ്റിൽ മത്സരിക്കുമെന്ന് ഉറപ്പിച്ച പ്രേമചന്ദ്രനും മത്സരിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കി ഷിബു ബേബി ജോണും നിൽക്കുകയാണെങ്കിൽ ഉറപ്പായും RSPയിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എന്നാൽ RSPക്ക് ഇനിയൊരു പിളർപ്പും കൂടി താങ്ങാനുള്ള ശേഷിയുണ്ടോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കും സംശയമുണ്ട്. മാത്രമല്ല പാർട്ടി പിളർന്നാൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുമുണ്ട്.
പ്രേമചന്ദ്രൻ ഒരിക്കലും എൽ ഡി എഫിലേക്ക് തിരിച്ചു മടങ്ങിപ്പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പി അൻവർ എൽ ഡി എഫിൽ നിന്ന് പുറത്തുപോയ ശേഷം തിരിച്ച് എൽ ഡി എഫിലേക്ക് മടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ, അതേ അവസ്ഥ തന്നെയായിരിക്കും ഈ പറയുന്ന പ്രേമചന്ദ്രനും എൽ ഡി എഫിലേക്ക് മടങ്ങിച്ചെന്നാൽ ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഒരിക്കലും പ്രേമചന്ദ്രനെ എൽ ഡി എഫ് നേതൃത്വം മുന്നണിയിൽ എടുക്കില്ലെന്ന കാര്യം തീർച്ചയാണ്. എന്നാൽ അതേസമയം ഷിബു ബേബി ജോണിന് ഉറപ്പായും എൽ ഡി എഫിലേക്ക് കയറി ചെല്ലാം. പലതവണ ഷിബു ബേബി ജോണിനെയും അതുപോലെ അസീസിനെയും എൽ ഡി എഫ് ക്ഷണിച്ചിട്ടുമുണ്ട്. അന്നൊക്കെ പ്രേമചന്ദ്രൻ ഒരു തടസ്സമായിരുന്നു. ആർ എസ് പിയിൽ പിളർപ്പുണ്ടായാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഷിബു ബേബി ജോൺ പക്ഷമായിരിക്കും എൽ ഡി എഫിലേക്ക് മടങ്ങിപ്പോകുന്നത് എന്നുള്ളതായിരിക്കും. പ്രേമചന്ദ്രൻ വിഭാഗം യു ഡി എഫിൽ തുടരുകയും ചെയ്യും. എന്നാൽ 10 വർഷത്തിലേറെയായി യു ഡി എഫിൽ തുടരുന്ന ആർ എസ് പിക്ക് ഒരു വിജയം പോലും സ്വന്തമാക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കെ പ്രേമചന്ദ്രൻ പാർട്ടി പിളർത്താനുള്ള ഒരു ശ്രമം നടത്തിയാൽ അത് ആത്മഹത്യാപരമാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കാരണം ഇപ്പോൾ ലോക്സഭാ എം പിയായി നിൽക്കുന്ന പ്രേമചന്ദ്രൻ നിയമസഭയിൽ മന്ത്രിസ്ഥാനം മോഹിച്ച് മത്സരിക്കാൻ ഇറങ്ങിത്തിരിച്ചാൽ 2 കാര്യങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കും. ഒന്ന്, യു ഡി എഫിലെ ആർ എസ് പി എന്ന ഇടതു പാർട്ടി നാമാവശേഷമാകും. രണ്ടാമത്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കും.